Next topic is visual pathway. So visual pathway എന്ന് പറയുമ്പോൾ നമ്മുടെ റെറ്റിനയിലാണ്. Okay, in our retina here the visual impulses are generated and it is sent to the occipital cortex where the image would be seen. Okay, so if there is any lesion in between this pathway, this will lead to visual defects. Okay, that is the visual pathway. And ഇതാണ് this one is a figure which is showing, we can from this figure we can study the visual field. So here this one is a left view and the right view. Okay, and from here, okay, appa idu left eye and this one is a right eye. Okay, so ഈ ഒരു സൈഡ്, അതായത് ഇതാണ് ടെമ്പറൽ വിഷ്വൽ ഫീൽഡ്. ടെമ്പറൽ വിഷ്വൽ ഫീൽഡും നേസൽ വിഷ്വൽ ഫീൽഡും. അതുപോലെ തന്നെ റൈറ്റ് ഐക്കും ടെമ്പറൽ വിഷ്വൽ ഫീൽഡും ഉണ്ട്, നേസൽ വിഷ്വൽ ഫീൽഡും ഉണ്ട്. From the temporal visual field, the fibers will goes to the nasal side of the retina. അതുപോലെ nasal visual field ഉള്ളത് will goes to the temporal side of the retina. Okay, അപ്പൊ അവിടെ ഉണ്ട് ടെമ്പറൽ വിഷ്വൽ ഫീൽഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന എന്താണ്, നേസൽ ഫൈബേഴ്സ് ആണ്. അതുപോലെ നേസൽ വിഷ്വൽ ഫീൽഡിൽ നിന്ന് അറൈസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദി ടെമ്പറൽ ഫൈബേഴ്സ് ആണ്. ഓക്കെ, സോ ഈ ഫൈബേഴ്സ് എല്ലാം ഇവിടെ വന്നു, അതായത് ഓപ്പോസിറ്റ് ആണ്. ടെമ്പറൽ ഫീൽഡിലുള്ളത് നേസലിലോട്ട് പോകും, നേസൽ ഫീൽഡ് അതൊരു ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ അത് തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. ആൻഡ് after coming to the retina, here this nasal fibers will be going as the optic nerve and that will reach the optic chiasma regions, and from here the nasal fibers will cross to the opposite side. Kando, here the nasal fibers are coming along the optic nerve and they are at the optic chiasma region, that is crossing to the opposite side and going. But the temporal fibers, they are going like this and they are not crossing, they are only going on the same side only. Okay, അവർ ക്രോസ് ചെയ്യുന്നില്ല. അപ്പൊ ടെമ്പറൽ ഫൈബേഴ്സ് ക്രോസ് ചെയ്യാണ്ട് സെയിം ഇപ്സിലാറ്ററൽ സൈഡിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ദ നേസൽ ഫൈബേഴ്സ് വിൽ ക്രോസ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ they will be traveling as the optic tract and they will reach the lateral geniculate body. And after reaching the lateral geniculate body, from here superior fibers and inferior fibers are arising and these are traveling as the optic radiation and reaching the visual cortex ലോട്ട് എത്തും. Okay, they will reach the visual cortex that is at the occipital lobe. അപ്പൊ ഇതാണ് ഒരു ഔട്ട്ലൈൻ ഓഫ് ദി വിഷ്വൽ പാത്വേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒപ്റ്റിക് ഹയാസ്മ റീജിയൻ നോക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ദർ ഈസ് ക്രോസിംഗ് ഓവർ ഓഫ് ദ നേസൽ ഫൈബേഴ്സ്. നമ്മൾ പറഞ്ഞു ഹിയർ ദി നേസൽ ഫൈബേഴ്സ് ആർ ക്രോസിംഗ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. ദ ഒപ്റ്റിക് ഹയാസ്മ നമ്മൾ നോക്കുമ്പോൾ ദർ കണ്ടെയ്ൻസ് ബൈലാറ്ററൽ നേസൽ ഫൈബേഴ്സ്. അതായത് രണ്ട് സൈഡിലുള്ള നേസൽ ഫൈബേഴ്സും ആർ there at the optic chiasma region. This region is known as the optic chiasma region. And the optic nerve, നമ്മൾ optic nerve എടുക്കുമ്പോൾ it contains the ipsilateral, അതായത് ഈ സെയിം സൈഡിലെ തന്നെ ടെമ്പറൽ ഫൈബേഴ്സും നേസൽ ഫൈബേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ഒപ്റ്റിക് നെർവ് റീജിയൻ. ഓക്കെ, ഇനി ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി എടുക്കുക. ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി അല്ലെങ്കിൽ ഒപ്റ്റിക് ട്രാക്ട് എടുക്കുമ്പോൾ ദിസ് കണ്ടെയ്ൻസ് ദി ഇപ്സിലാറ്ററൽ സൈഡിലെ നേസൽ ഫൈബേഴ്സും കാണും, പിന്നെ നമ്മളെ കോൺട്രലാറ്ററൽ സൈഡിലുള്ള നേസൽ ഫൈബേഴ്സും ഇപ്സിലാറ്ററൽ സൈഡിലെ ടെമ്പറൽ ഫൈബേഴ്സും ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി. ദാറ്റ് ഈസ് അതായത് ഇപ്പൊ നമ്മൾ റൈറ്റ് ഒപ്റ്റിക് ട്രാക്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലെന്താണ്, ആ റൈറ്റ് സൈഡിലെ തന്നെ ടെമ്പറൽ ഫൈബേഴ്സും ലെഫ്റ്റ് സൈഡിലെ നേസൽ ഫൈബേഴ്സും ഉള്ളത്. സോ ഒപ്റ്റിക് ട്രാക്ട് കണ്ടെയ്ൻസ് ദി ഇപ്സിലാറ്ററൽ ടെമ്പറൽ ഫൈബേഴ്സ് ആൻഡ് കോൺട്രാലാറ്ററൽ നേസൽ ഫൈബേഴ്സ്. ഓക്കെ, കോൺട്രാലാറ്ററൽ ആയിട്ടുള്ള നേസൽ ഫൈബേഴ്സും ഇപ്സിലാറ്ററൽ ടെമ്പറൽ ഫൈബേഴ്സ് വിൽ ബി പ്രസന്റ് ഇൻ ദി ഒപ്റ്റിക് ട്രാക്ട്. അതാണ് നമ്മളെ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ റീച്ച് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞായിരുന്നു ഫ്രം ദ നേസൽ. ഇപ്പൊ ഈ നേസൽ സൈഡ് ഓഫ് ദി വിഷ്വൽ ഫീൽഡിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗോയിങ് ടു ദി ടെമ്പറൽ പാർട്ട് ഓഫ് ദ റെറ്റിന. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എന്താണ് ഫ്രം ദി ടെമ്പറൽ സൈഡ് ഓഫ് ദ വിഷ്വൽ ഫീൽഡ് that is going to the nasal part of the retina. Okay, അങ്ങനെയാണ് വിഷ്വൽ. then the image is formed here. അങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ വിഷ്വൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് that is opposite to the visual field. വിഷ്വൽ ഫീൽഡ് എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വിഷ്വൽ ഫൈബേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലീഷൻസ് ആൻഡ് വിഷ്വൽ ഫീൽഡ് എഫക്ട്സ് പഠിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ കോമൺ ആയിട്ട് ഹിയർ വി ആർ സെയിങ് ദ ലീഷൻസ് എല്ലാം ലെഫ്റ്റ് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹിയർ ദ ഫീച്ചേഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഫോർ ലെഫ്റ്റ് സൈഡ് ലീഷൻ. സോ ഫസ്റ്റ് ലീഷൻ വി ആർ സെയിങ് അബൌട്ട് അറ്റ് ദി ഒപ്റ്റിക് നെർവ്, അതായത് ലെഫ്റ്റ് സൈഡ് ഒപ്റ്റിക് നെർവ്. സോ ദിസ് വൺ ഈസ് ദ ലെഫ്റ്റ് സൈഡിലെ ഒപ്റ്റിക് നെർവിലാണ് ഇവിടെ ലീഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, അപ്പൊ ലെഫ്റ്റ് സൈഡ് ഒപ്റ്റിക് നെർവ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്, ആ ലെഫ്റ്റ് സൈഡിലെ തന്നെ ഇപ്സിലാറ്ററൽ ആയിട്ടുള്ള ടെമ്പറൽ ഫൈബേഴ്സും അവിടെ ഉണ്ട്, ഇപ്സിലാറ്ററൽ ആയിട്ടുള്ള നേസൽ ഫൈബേഴ്സും നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി പാസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സൈഡ് മൊത്തത്തിൽ പോയിരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ്, അപ്പൊ നമ്മുടെ ഇവിടുത്തെ നേസൽ ഫൈബേഴ്സ്, ടെമ്പറൽ ഫൈബേഴ്സും നേസൽ ഫൈബേഴ്സും പോയി. അപ്പൊ ടെമ്പറൽ ഫൈബേഴ്സിന് എവിടെ നിന്നാണ് നേസൽ ഫീൽഡ് ഓഫ് വിഷനും, നമ്മളെ ഇവിടുത്തെ നേസൽ ഫൈബേഴ്സിന് ടെമ്പറൽ സൈഡ് ഓഫ് വിഷനാണ്. അപ്പൊ ഈ രണ്ട് വിഷനും പോകും. ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ടോട്ടൽ വിഷനാണ് നമുക്ക് അവിടെ പോകുന്നത്. ഓക്കെ, അപ്പൊ വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്, when we are drawing the visual field defect, this is the right eye, a nasal field and temporal field. This is the left side temporal field and nasal field. So both the visual like the temporal and nasal field of vision is lost of the left eye.
because the left optic nerve is affected, and we call this as the ipsilateral. So it's the optic nerve at the left side ആണെങ്കിൽ ആ same side that is ipsilateral anopia, അതായത് ipsilateral complete ആയിട്ടുള്ള anopia, that is ipsilateral blindness, left side blindness. Okay. And another thing that you should remember in this case means, in optic nerve diseases, the earliest part that is affected is the macular or the central fibers, because this macular or the central fibers are more susceptible to ischemia. So whenever there is an optic nerve disease, the earliest visual field defect will be the എന്തായിരിക്കും സ്കോട്ടോമ, അതായത് അത് സെൻട്രൽ വിഷൻ ആയിരിക്കും പോകുന്നത്, ദാറ്റ് ഈസ് ഇപ്സിലാറ്ററൽ സെൻട്രൽ സ്കോട്ടോമ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഏർലിസ്റ്റ് വിഷ്വൽ ഫീൽഡ് ഡിഫക്ട്, ദെൻ ആഫ്റ്റർ ലേറ്റർ ഓൺലി ദിസ് വിൽ occurs. Okay, so that's the first lesion, optic nerve lesion. Next is the optic chiasma lesion. Optic chiasma എന്ന് പറയുമ്പോൾ this part is the optic chiasma part. So here we know that we have the nasal fibers, we have the nasal fibers from this side and also the nasal fibers from the right side, both are crossing here. So the optic chiasma has bilateral nasal fibers. അപ്പോൾ bilateral nasal fibers എന്ന് പറയുമ്പോൾ here this through two nasal fibers are affected. So this has vision from the right side temporal, left side temporal side, and here also temporal side. But both right and left temporal side vision is affected here in case of optic chiasma. Okay, so you can figure bilateral nasal fibers are affected and the visual field defect is both in left and right eyes. The temporal visual field is lost here. Okay, and we call this as, ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണ് പോയിട്ടുണ്ടെങ്കിലും there will be എന്താണ് രണ്ട് സൈഡിലും പോകുന്നുണ്ട്, and that is heteronymous hemianopia. Okay, bitemporal heteronymous hemianopia. Okay, ഹാഫ് ആണ് പോകുന്നത്, അതുകൊണ്ടാണ് hemianopia എന്ന് പറഞ്ഞാൽ hemianopia, and bitemporal means രണ്ടും temporal side ആണ്, and that is heteronymous. Okay, ഇത് ഒന്ന് സൈഡ് ആണെങ്കിൽ മറ്റേത് ആ സൈഡ് ആണ്, so that is heteronymous, bitemporal heteronymous hemianopia. That is at the optic chiasma, that is the visual field defect here. Okay, that is from the left side I cannot see the left side vision, and from the right side I cannot see the right side vision. Okay, that the patient complains of. And what are the causes of this optic chiasma lesions that we should study? So what are the causes? First, നമ്മൾ ഇതിന്റെ causes പറയുമ്പോൾ there are certain structures that is surrounding the optic chiasma. Okay, so if anything happens to that structures, this will lead to the compression of this optic chiasma and lead to this bitemporal hemianopia. So inferior to the optic chiasma there is pituitary gland. Okay, so if there is any pituitary adenoma, that is pituitary adenoma ഉണ്ടെങ്കിൽ from sella turcica inferiorly, so this will lead to the compression of the optic chiasma. Okay, and also superiorly we have the anterior communicating artery ഉണ്ട്, that is superiorly to the this optic chiasma. So if there is any aneurysm or outpouching, this will also compresses the optic chiasma. So pituitary gland is situated inferiorly and the anterior communicating artery situated superiorly. Okay, and another structure is the third ventricular glioma. Okay, third ventricular glioma, what happens if there is third ventricular glioma, this will lead to the blockage of the CSF. When there is blockage of CSF, this leads to the formation of hydrocephalus, and this leads to the compression of the optic chiasma. So these are the reasons for the these reasons for the compression of the optic chiasma and leading to the bitemporal hemianopia. And another one is also there, craniopharyngioma. Okay, that is from the Rutke's pouch. That's it. Okay, so